കാലിക്കറ്റ് സർവകലാശാലയിലെ ഉപരോധ നിരാഹാര സമരങ്ങൾക്കിടയിൽ തീപ്പെട്ടി സമരം വ്യത്യസ്തമാവുകയാണ്. വൈസ് ചാൻസലറുടെ നടപടികളെ കവിതകളിലൂടെ ആക്ഷേപിക്കുകയാണ് ഒരു പറ്റം സമരക്കാർ. ഈ കശുമാവിനപ്പുറത്ത് വെളിച്ചമുണ്ട് തീർച്ച. പക്ഷേ ഇരട്ടഫലം പറ്റും ഈ നശിച്ച കശുമാവിൻ ഗന്ധമാൻ തണലിവിടെ തിമിരം പരത്തുന്നു. പിഴുതെറിയണം ഈ പാഴ്മരം, കടയ്ക്കൽ വെട്ടണം. ഈ മരം വീണാൽ വെളിച്ചം വരും, വരാതിരിക്കില്ല നേരും. ഇത് സമരകാലത്തെ കൃത്രിമ വൃക്ഷം. അതിൽ എതിർപ്പിന്റെ അഗ്നി സൂക്ഷിക്കുന്ന തീപ്പെട്ടികൾ. അവ തുറന്നാൽ വാക്കിന്റെ അഗ്നിമുനയുള്ള കവിതയുടെ കൂരമ്പുകൾ. ഈ കവിതയിലൂടെ വൈസ് ചാൻസലറെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ആവോളം പരിഹസിക്കുന്നു സമരക്കാർ. വീസിക്ക് മിണ്ടണമെങ്കിൽ, ഇമയനക്കണമെങ്കിൽ, ഒരു കവിത ചൊല്ലണമെങ്കിൽ എല്ലാത്തിനും വേണം ഇവിടെ തമ്പുരാൻ്റെ സർട്ടിഫിക്കറ്റ്. എല്ലാവരും കൂടി തന്നെ അങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് വിചാരിച്ച് ഒരു മനുഷ്യൻ ഭ്രാന്തനാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. കരിയിലകളിൽ ചവിട്ടി നടക്കുമ്പോൾ ഓർത്തിരുന്നില്ല ഇവ എനിക്ക് മുകളിൽ കുന്നുകൂടുമെന്നും കലപില കൂട്ടുമെന്നുമുള്ള വരികൾ VC-യെ നിയമിച്ചവർക്കുള്ള പരിഹാസവാക്കുകളാണ്. അധികാരത്തിനെതിരായ കലാപമെന്നാൽ മറവിക്കെതിരായ ഓർമ്മകളുടെ സമരമാണെന്ന വരികൾ ഇവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നു. കവിതമരത്തിനായി തൂലിക ചലിപ്പിച്ചിരിക്കുന്നതിലധികവും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ തന്നെയാണ്. ക്യാമ്പസുകളിലെ പ്രതിഷേധങ്ങളാണ് സർഗാത്മകതയുടെ പുതിയ തലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അധികാര കേന്ദ്രങ്ങളെ കവിതകളും വരകളും തീപ്പെട്ടിക്കൂട് പോലും ഉപയോഗിച്ച് വെല്ലുവിളിക്കാമെന്ന് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ തെളിയിച്ചിരിക്കുന്നു. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ വിഘ്നേഷിനൊപ്പം റഹീസ് റഷീദ്, റിപ്പോർട്ടർ.